അറിവിലേക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അധികം, പക്ഷെ ഞാനത് ചുരുക്കി പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ സത്യത്തിൽ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് എക്സ്ട്രാ സ്ട്രെയിൻ അവരെടുക്കുന്നുണ്ട്. ഈവൺ ഇപ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള മീറ്റിംഗ് വെച്ചാൽ പോലും പാരൻസിന് എത്തിച്ചേരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എല്ലാ പാരൻസും പറയുന്നതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, എല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത്. എന്നിട്ട് അവർക്ക് വേണ്ടി അവരുടെ സ്കൂളിൽ പോകാൻ കുറച്ച് സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ എല്ലാവരും കുട്ടികളാണ് കുറ്റം പറയുന്നത്. കുട്ടികൾ അങ്ങനെയാണ്, കുട്ടികൾ ഇങ്ങനെയാണ്, എങ്ങനെയാണെന്ന് പറയുന്നത് എങ്ങനെ വരുന്നു? റൂട്ട് കോസ് നോക്കുമ്പോൾ സത്യത്തിൽ റെസ്പോൺസിബിലിറ്റി എല്ലാം പാരൻസിൻ്റെയൊക്കെയാണ് വരിക. അവരെ തല്ലാതെ തന്നെ, അവരെ വഴക്ക് പറയാതെ തന്നെ പാരൻസ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നു, അല്ലെങ്കിൽ ഞങ്ങളെ മുഴുവനായിട്ട് പാരൻസ് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പാരൻറ്റിങ് സെഷൻ വന്നിട്ട് നിങ്ങൾക്കൊരു ബെനിഫിറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിങ് ഫീ തിരിച്ചു തരാൻ തയ്യാറാണ്. ഓക്കെ, എന്തായാലും കുട്ടികളെ വളർത്താനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ സമയവും ചിലവാക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓക്കെയാണ്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. എല്ലാം കഴിഞ്ഞ് അവസാനം ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ വരുമ്പോൾ മാത്രം കൗൺസിലിങ്ങിന് പോവുക, കാര്യം അന്വേഷിച്ച് സ്കൂളിൽ പോവുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സമയം നിങ്ങൾക്ക് നഷ്ടം വരും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെക്കാട്ടും സമയം നഷ്ടം വരുന്നത് നിങ്ങളുടെ കുട്ടികൾക്കാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ നേരിടുന്ന എല്ലാ തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് ആണെങ്കിലും പലതരത്തിലുള്ള സ്ട്രെസ് ആണെങ്കിലും അതിൽ നിന്ന് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ എനിക്ക് റിക്വസ്റ്റ് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. ഒരുമിച്ച് ശ്രമിച്ചിട്ട് നിങ്ങളുടെ കുട്ടികളെ കുറച്ചും കൂടി ഹാപ്പി ആക്കിയിട്ട് വയ്ക്കുകയും. ഓക്കെ, അപ്പോൾ ട്രൈ ഇറ്റ്.